ഒരു വാപ്പ തോൽക്കുന്നത് പോലും മക്കളില്ലാണ്ടാവുമ്പോഴല്ല, സ്വന്തം തുണ നഷ്ടപ്പെടുമ്പോഴാ. ഇന്ന് പല വാപ്പാരുമാരും അത് അനുഭവിക്കുന്നവരാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ചിലപ്പോൾ നിങ്ങളെ ഉമ്മക്ക് പിയാപ്പിളുണ്ടാവൂല, അതിൻ്റെ അർത്ഥം ഉമ്മ യത്തീമായി പോയതാ. കെട്ടിയോനും ഇല്ല, വാപ്പയില്ല, അമ്മയില്ല. ആ പരിഗണന നിങ്ങളമ്മമാർക്ക് നിങ്ങൾ കൊടുക്കണം. കാരണം ആ ഉമ്മ ധൈര്യത്തിൽ ജീവിച്ചത് വാപ്പൻ്റെ നെഞ്ചിൻ്റെ ബലത്തിലാ. ഒരു ഉമ്മ നിങ്ങളെ സ്വപ്നം പോലും കാണാൻ പഠിപ്പിച്ചത് ആ ഉമ്മാന്റെ വാപ്പന്റെ കൂടെയുള്ള ജീവിതത്തിന്റെ ധൈര്യത്തിലാ. അവസാനം വാപ്പനെ മണ്ണിന്റെ അടിയിൽ വെച്ച് തിരിച്ചു പോന്നപ്പോ പിന്നെ ഉമ്മനെ ആർക്കും വേണ്ടാണ്ടാകുക. എത്രയോ കുടുംബത്തിൽ മാതാക്കൾ പിന്നെ പരാതി ഒന്നും പറയൂല. അതെന്തേ? പരാതി എങ്ങാൻ പറഞ്ഞിട്ട് മരിയക്കൾ അറിഞ്ഞാൽ ഉള്ളും കൂടിയും പോവും. ആ ബേജാറില്ല അല്ലേ? പറയാൻ മാത്രം പലരുടെ മനസ്സിലും ബേജാറുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, ജീവിതത്തിന്റെ ശൈശവം, ചെറുപ്പ കാലഘട്ടം കണ്ടറിഞ്ഞവരാണ് നമ്മളെങ്കിൽ ഒരിക്കലും നമ്മളെ വാർദ്ധക്യത്തെ നമ്മൾ മറക്കരുത്. ശൈശവ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞനുഭവിക്കുന്ന വേദനയും അവൻ കാണിക്കുന്ന വാശിയും നമ്മൾ കണ്ടിട്ടുണ്ട്. മുള എറിയല്ലേ എന്ന് പറയുമ്പം എറിയും, അവിടെ മൂത്രമൊഴിക്കല്ലേ എന്ന് പറയുമ്പോൾ അവിടെ മൂത്രമൊഴിക്കും, ആ ചെടി പറക്കല്ലേ എന്ന് പറയുമ്പോൾ പറയ്ക്കും. അതൊരു തരം വാശിയാവാം, ഒരു പക്ഷം ഉപബോധ മനസ്സാവാം. ആ ശൈശവത്തിൽ ആ രക്ഷിതാക്കൾ എങ്ങനെ നിങ്ങളെ പരിഗണിച്ചോ അതേ പരിഗണനയിൽ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ തിരിച്ചെടുക്കണം. ഇതേ അവസ്ഥ വാർദ്ധക്യത്തിൽ വരും. ഞാൻ പറയാറുണ്ട്, വാർദ്ധക്യത്തിൽ എത്തുന്ന വാപ്പാർക്കുമാർക്കും വാശി കൂടുകയല്ല, ദേഷ്യം കൂടുകയല്ല സംഭവം, പേടി വരിക. മക്കൾ നോക്കാണ്ടാകുമോ എന്നുള്ള പേടി വരുമ്പം അവരുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു ആതിരിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു മത്സര, ഒരു കടുപ്പെടുത്ത അവർ നമ്മളോട് കാണിക്കുന്ന ഒരു പക്ഷേ ആ വാശിയായിട്ട് തോന്നുന്നത്. നഷ്ടപ്പെട്ടു എന്നറിയുമ്പോണ്ടാകുന്ന വേദന വലുതാ. അത് മക്കളെടുത്തുനിന്ന് കിട്ടാണ്ടായി പോകുമോ എന്ന് ചിന്തിക്കുമ്പം നാട്ടിലെ കളിപ്പാട്ടങ്ങൾക്ക് പോലും വിലണ്ട്, സ്വന്തം വീട്ടിലെ വാപ്പാക്കും ഉമ്മാക്കും വിലല്ല. അവനാൻ ഉപയോഗിക്കുന്ന വാഹനത്തിന് വിലണ്ട് അല്ലേ? ഒരു വാപ്പ പറഞ്ഞു, ഓനോന്റെ വണ്ടിക്ക് ഗ്ലാസ് മാറ്റി, അത് മാറ്റി, ഇത് മാറ്റി, ബുള്ളറ്റിന്റെ മുന്നിലുള്ള ആ ബൾബിന് വെക്കുന്നത് മാറ്റി, പിന്നെ ഓന് കണ്ണാടി ആദ്യത്ത് പോരാന്ന് കണ്ടപ്പം ഹാൻഡിൽമേൽ വേറെ വെച്ചു. അതിനുശേഷം അവന് പൊട്ടുന്നത് വേണമെന്ന് പറഞ്ഞ് സൈലൻസർ അവൻ പൊട്ടുന്നതാക്കി. ഞാൻ ചോദിച്ചു, അതിനൊക്കെ എന്താ കാരണം? ഒന്നുമില്ല ഉസ്താദേ, എനിക്ക് നഷ്ടപ്പെട്ടതിൽ ഒന്നെങ്കിലും ഓനോട് തിരിച്ചു തരാൻ, ഒന്നിന്ന സൂക്കേട്, ഒന്ന് ഡോക്ടർ എടുത്ത് കൊണ്ടുപോകാൻ. ഞാൻ ഈ കുരയ്ക്കുമെങ്കിൽ നെഞ്ചിൻ്റെ സൈഡിൽ നിന്ന് ഒരു വേദന ഉണ്ടാകുന്നുണ്ട്, അതിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് വരുത്തി വെച്ചതാ, അതൊന്ന് മാറ്റണ്ട, അതൊന്ന് കുറയ്ക്കാനുള്ള ഒരു ഗുളികൻ്റെ പൈസയെങ്കിലും ഓൻക്ക് തന്നിന്നെ കൂട്ടിക്കൊണ്ടുപോയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കപ്പെടുന്ന ഒരു വാപ്പയമ്മയും വീട്ടിലുണ്ടെങ്കിൽ, അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്, ലാ യുകല്ലിഹിമുല്ലാഹു യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലാ യൻദുറു ഇലൈഹിം. നിങ്ങൾ എത്രയൊക്കെ നമസ്കരിച്ച് റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാലും, നിങ്ങൾ എത്രയൊക്കെ നന്മകൾ അധികരിപ്പിച്ചാലും, അൽ ആക്കുലി വാലിദൈഹി, വാപ്പനെയും ഇമ്മനെയും സങ്കടപ്പെടുത്തിയ മക്കളോട് അള്ളാഹു ഒരു പരിഗണനയും തരൂല. ഇന്ന് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനുള്ള ചിലരൊക്കെ പടച്ചോനെ തൃപ്തിപ്പെടുത്താൻ മത്സരിച്ചോടുക. അള്ളാന്റെ തൃപ്തി മതിയോ? അള്ളാനെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമല്ലോ തികയോ? നാട്ടിലെല്ലാ ഖുർആൻ ക്ലാസ്സിലും ഉമ്മാരും ഉണ്ട്, മക്കളും ഉണ്ട്. നാട്ടിലെല്ലാ നല്ല കാര്യത്തിലും ഉണ്ട്, നിസ്കാരത്തിലും നോമ്പിലും ബാക്കി എല്ലാ സൽക്കർമ്മങ്ങളിലും ഉണ്ട്. അള്ളാനെ തൃപ്തിപ്പെടുത്തിയാൽ മതിയോ? അതാണോ റബ്ബ് പറഞ്ഞ്? നിങ്ങൾ അള്ളാഹുവിനങ്ങോട്ട് തൃപ്തിപ്പെടുത്തി, അള്ളാഹുവിനങ്ങോട്ട് ഭംഗിയാക്കി, പടച്ചോനങ്ങോട്ട് നിങ്ങൾ ഞെട്ടിക്കണം എന്നാണോ? അള്ള പറഞ്ഞൊരു വാക്കുണ്ട് അള്ളാന്റെ ഹബീബായ നബി തങ്ങളിലൂടെ, റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ സുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. അള്ളാഹുവിന്റെ തൃപ്തി എന്നാൽ വാപ്പന്റെയും എൻ്റെയും തൃപ്തിയാ. അള്ളാന്റെ ദേഷ്യം എന്ന് പറഞ്ഞാൽ വാപ്പന്റെയും എൻ്റെയും ദേഷ്യ. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ചെലവഴിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന് ഒരു കണക്കും വാപ്പാര് വെക്കലില്ല. ഇല്ല മക്കള്, എന്നോട് ചോദിച്ചു നോക്കി, നിങ്ങൾ മക്കൾക്ക് ഇപ്പൊ എത്ര ചെലവാക്കിയെന്ന്? ഒരളവും എൻ്റെ കയ്യിലില്ല, ഒരളവും. വാർദ്ധക്യത്തിലെത്തുമ്പം വാപ്പാന്റെ ചെലവഴിക്കലിന് നമ്മൾക്ക് കണക്ക് വരുന്നുണ്ടെങ്കിലേ അതൊരു വലിയ പ്രയാസം തന്നെയാ. ചില മക്കൾ കണക്ക് പറയും, ഓൻ നോക്കട്ടെ, ഇവൻ നോക്കട്ടെ, അവിടെ നോക്കട്ടെ, ഇവിടെ നോക്കട്ടെ. ഇപ്പൊ അങ്ങനെയൊക്കെയാ ഫുട്ബോൾ കോർട്ടിലെ പന്തിന്റെ മാതിരി. 4 ആളും 4 ഊയം നിക്ഷയിക്കും, 4 സമയം നിക്ഷയിക്കും, 4 മാസം നിക്ഷയിക്കും. അവനാന്റെ ബാണ്ടു എടുത്തിട്ട് പരാതിയില്ലാണ്ട് സങ്കടമില്ലാണ്ട് ഉള്ള ഗുളികയും വാങ്ങി ഒരു കവറിൻ്റെ ഉള്ളിലിട്ട് പേരക്കുട്ടികളെ ചുറ്റിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അവനാന്റെ പൊരന്റെ മുറ്റത്തുനിന്ന് അനിയന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു ഉമ്മാന്റെ നെഞ്ചിന്റെ ഉള്ളിലുള്ള ഒരൊറ്റ തുള്ളി, അത് മതിയടോ ഈ ദുനിയാവിൽ നശിച്ചു പോകാൻ. ചിലർ കണക്ക് പറയുക, ഓൻ്റെയും മെല്ലെ വെൻ്റെയും മെല്ലെ ഒരു നോക്കട്ടെ, ബലു നോക്കട്ടെ. ഇതൊക്കെ ദുനിയാവിൽ നോക്കാൻ പറ്റും. ഞാൻ പറയാറുണ്ട്, നമ്മൾ നോക്കിയത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞമ്മക്കുള്ളത് പടച്ചോൻ വേറെ വയ്ക്ക് തരും. അവര് നോക്കട്ടെ എന്നുള്ള വാശിയിലും കുണ്ടുവാത്തതിന്റെ വെറുപ്പിലും ആ നോക്കുന്നതെങ്കിൽ
നോക്കിയത് പോലും പടച്ചോൻ സ്വീകരിക്കൂല. അങ്ങനെയുണ്ട് ചില മരിയക്കളും. മറ്റുള്ളവർ കൊണ്ടുപോകാത്തതിൻ്റെ പേരിൽ മനസ്സ് വെറുത്തിട്ട് അങ്ങനെ നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തുവാക്ക് പറയും, നിങ്ങൾക്ക് വേറെ ഇല്ല അതിൻ്റെ മക്കള്. അപ്പം അമ്മ വിചാരിക്കുന്ന അവനിനി മിണ്ടണ്ട, പേടിച്ച് നിൽക്കുക. അങ്ങനെ മനസ്സ് വെറുത്തിട്ട് നോക്കുകയാണെങ്കിൽ നോക്കി അതിൻ്റെ കൂലി പോലും ഉണ്ടാവില്ല. നോക്കുകയാണെങ്കിൽ മരിയക്കളെ നല്ലോണം നോക്കണം. ആ മക്കളോടുകൂടിയാ പറയുന്നത്. കുത്തി പറഞ്ഞിട്ടും കൊള്ളിച്ച് പറഞ്ഞിട്ടും ബേജാറാക്കിപ്പിക്കരുത്. ഓൺലൈനോ മൂത്തോനെന്താ കൊണ്ടുപോകാത്ത, ഓനെന്താ വരാത്ത, ഇവനെന്താ വരാത്ത. ചിലപ്പോൾ ഉമ്മാന്റെ പേരിലുള്ള ഏതെങ്കിലും റേഷൻ കാർഡിൽ അങ്ങനെയൊക്കെ കുടുംബത്ത് സംഭവിക്കുക. റേഷൻ കാർഡിൽ ഉമ്മാക്ക് 12 കിലോ അരിയുണ്ട്. കാരണം ഉമ്മയും വാപ്പൻ്റെയും പഴയ തറവാടാ. 12 അരി കിട്ടിയപ്പോൾ ഉമ്മ മോനോട് പറഞ്ഞു, നോക്കുന്ന മോനോട്, മോനെ 2 കിലോ ഇഞ്ഞി ജബ്ബാറിന് കൊടുക്കുന്ന്. അത് ഉമ്മാൻ്റെ ഒരു മനസ്സാ. എല്ലാ മക്കൾക്കും ഒരുപോലെ കൊടുക്കണം എന്നുള്ളൊരു തോന്നൽ. ആപ്പിളേക്ക് മൂത്തോൻ ചാടി. എന്നാ പിന്നെ ഓൻ കൊണ്ടുപോയിക്കൂടായിനോ, നിങ്ങൾക്ക് അവിടേക്ക് പോയിക്കൂടായിനോ, നിങ്ങൾക്ക് അവിടെ പോയി തിന്നൂടായിരുന്നോ? 2 അടി ഉമ്മ നെഞ്ഞത്തടിച്ച് ബാക്കോട്ട് മറിഞ്ഞു വീണുന്നാ. ഏത് കാലത്താ അതൊക്കെ ഒന്ന് പൊരുത്തപ്പെടിക്കുക? ഏത് കാലത്താ ഇതൊക്കെ ഒന്ന് പടച്ചോൻ്റെ അടുത്ത് പറഞ്ഞു തീരുക? അതുകൊണ്ട് തന്നെ ദുനിയാവില് മരിക്കുന്നതിൻ്റെ അടുക്ക് കൊടുക്കാനുള്ളതാ സ്നേഹം. അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് പള്ളിക്ക് കൊടുക്കുന്ന 100 ചാക്കല്ല സ്നേഹം. നാട്ടുകാർക്ക് വീഴ്ചം വെക്കുന്ന 150 ചാക്ക് അരിയല്ല സ്നേഹം. അത് കിബിറ, അത് പോരിശിയ. ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പം കൊടുക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ചെലവഴിക്കണം, കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടക്കിടക്ക് കൈമല്. എത്ര വയസ്സായ വാപ്പയാണെങ്കിലും ഞാൻ പറയാറുണ്ട്, വാപ്പാന്റെ ഓതിയിലാ ജീവിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ആദായം വാപ്പന്റെ കൈമ കൊണ്ട കൊടുക്കണം. വാപ്പ പറയും ഇതൊക്കെ എനിക്ക് വേണമെന്ന് പറയൂല. ഒരു 10 500 വാപ്പ എടുത്തിട്ട് പറയും, ബാക്കി എൻ്റെ എന്നെ വെച്ചോ, ഇതെനിക്ക് പള്ളിക്ക് പോയി തിരിച്ചു വരുമ്പോൾ മക്കൾക്ക് എന്തേ വാങ്ങാനാ. ഇനി അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ പോലും കൊടുക്കാൻ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടക്കിടക്ക് വാപ്പാന്റെ കൈമിലേക്ക് കൊടുക്കണം. അതൊന്നും കുറഞ്ഞോവില്ല, നമുക്കൊരു കുറവും വരുത്തൂല. കാരണം ഇന്നലെ നിങ്ങൾ പറഞ്ഞു വാപ്പാനോടും, എൻ്റെ മോളോട് ഞാൻ പറയുന്നത് അതാ. ഇന്നലെ ഓൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, സ്കൂളിൽ ബുക്ക് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്, ടൂറ് പോകുന്നുണ്ട്, എനിക്ക് 750 ഉറുപ്പ്യാണോ. ഇന്ന് രാവിലെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ആ വാക്കും ഈ ബുക്കും അതും ഇതും ഒക്കെ വാങ്ങാൻ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് വരുമ്പോൾ ഒരു പപ്സും ചായയും കുടിക്കണോ, 200 വേറാണോ. ഒരു വാപ്പാരും കണക്ക് പറഞ്ഞിട്ടില്ല. എത്ര ചെലവാക്കിയെന്ന് പോലും എഴുതി വെച്ചിട്ടുമില്ല. അളവില്ലാതെ സ്നേഹിച്ച ദുനിയാവിൽ ഒരൊറ്റ സൃഷ്ടിയുള്ളൂ വാപ്പയമ്മേ. ജനിക്കുന്നതിൻ്റെ മുൻപ് സ്നേഹിച്ചു തുടങ്ങിയവർ. നമ്മളൊക്കെ നമ്മളെ അല്ലാത്തവരൊക്കെ കണ്ടത് വാപ്പനെയമ്മനെ സ്നേഹിച്ചത് കണ്ടിട്ടല്ലേ. നമ്മളെ കാണുന്നതിൻ്റെ മുൻപേ അവർ സ്നേഹിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യ ഗർഭിണിയായ ആ സെക്കൻഡ് മുതൽ ഞാൻ കാത്തിരിക്കുക, എൻ്റെ മോക്ക്, എൻ്റെ മോന്. അവർക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ മക്കൾക്ക് ആരോഗ്യത്തോടെ ഉണ്ടാവണം എന്നാ, അവർ സന്തോഷത്തിൽ ജീവിക്കണം എന്നാ. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോൾ പോലും ഗർഭിണിയായ ഭാര്യ കൊണ്ട കൊടുക്കുമ്പോൾ വാപ്പ പറയലെന്താ, നല്ലോണം തിന്നോ, കുഞ്ഞനൊക്കെ ഒന്ന് അങ്ങോട്ട് ഉഷാറാട്ടെ എന്ന്. അങ്ങനെ ഉണ്ടാക്കിയത് തന്നെയല്ലോ എല്ലാവരെയും. അത് തിരിച്ചറിയാൻ വലിയ ഡിഗ്രി ഒന്നും വേണ്ട, 10 A+ വാങ്ങണമെന്നൊന്നുമില്ല. നാട്ടിൽ വലിയ തറവാട്ടിലെ കുളൂസായ വാപ്പാൻ്റെ മക്കളായി ജനിക്കണമെന്നില്ല. അവൻ എൻ്റെ തലച്ചോറ് ഒരു 5 മിനിറ്റ് ഇരുന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. എന്തൊക്കെ വാശിയും ദേഷ്യവും അവർ കാണിച്ചാലും ഈ ദുനിയാവിൽ അവർ സംരക്ഷിച്ചതുകൊണ്ടല്ലേ നമ്മളൊക്കെ ജീവിച്ചത്. അവർക്ക് വേണ്ടി സമയം കൊടുക്കണം. കുറച്ച് സമയം വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഇപ്പരി ഇരിക്കണം. എൻ്റെ ചിലർ പറയാറുണ്ട് ഇടക്കിടക്കൊക്കെ, ഇവിടെ ഉള്ളവർക്കും അറിയാം, ഇടക്ക് വിളിച്ചാൽ നിങ്ങളെ തീരെ കിട്ടൂലാന്ന്. ചില ദിവസമൊക്കെ ഉച്ചക്ക് മുതൽ ഞാൻ ഫോൺ ഓഫാക്കി ഇട്ടിട്ട് എൻ്റെ അമ്മൻ്റെ അടുത്ത് ഇരിക്കും. ഒന്നിനുമല്ല, എന്തെങ്കിലുമൊക്കെ ഓൾക്ക് പറയാനുള്ളത് കുറേ കേൾക്കും. അത് ചിലപ്പോൾ ഇന്നലെ പറഞ്ഞ തന്നെയായിരിക്കും 2 ദിവസം കഴിഞ്ഞിട്ടും പറയാം, ആയിക്കോട്ടെ. എന്നാലും കേൾക്കാൻ ഒരാളുണ്ടാകുക എന്നുള്ളതൊരു വലിയ സമാധാനമാണ്. അതൊക്കെ ആ വാർദ്ധക്യത്തിൽ എത്തുമ്പോഴേക്കേ നമുക്ക് മനസ്സിലാൻ പറ്റൂ. ഞാനിതൊക്കെ പഠിച്ചത് വാർദ്ധക്യത്തിൽ എത്തി തിരിച്ചു വന്നതുകൊണ്ടും അല്ല. ഓരോ കുടുംബത്തിലും കയറി ചെന്ന് ഓരോ കാര്യങ്ങളും കേൾക്കുമ്പം ചില മാതാപിതാക്കൾ പറയുന്നതാ, സമയം അവർക്ക് നമ്മളെ ജീവിതത്തിൽ ഒന്ന് അടുത്തിരിക്കാൻ, കുറച്ച് വർത്താനം പറയാൻ, ഉമ്മാന്റെ കരുതലോടുകൂടി ഉമ്മാന്റെ മടിയിലൊന്ന് തലവെച്ച് കിടക്കാൻ അല്ലേ, ആ ഉമ്മാന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ, ഉമ്മാനൊക്കെ ഒന്ന് ബാത്റൂമൊക്കെ കൊണ്ടുപോകാൻ, ഒന്ന് കൈ പിടിച്ചിട്ട് ഉമ്മാനെ എഴുന്നേൽപ്പിച്ച് 4 അടി നടത്താൻ, മുറ്റത്തുകൂടി 2 ചാല് നടത്തിച്ച് അകത്തുകൊണ്ടുപോയി കിടത്താൻ. ഇതൊക്കെ തന്നെ വാപ്പയമ്മയെ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഓലങ്ങൾ സ്വിറ്റ്സർലാൻഡ് കൊണ്ടുപോകണം, അമേരിക്ക കൊണ്ടുപോകണം, അങ്ങ് ഉഗാണ്ടയിൽ കൊണ്ടുപോയി തിരിച്ചുകൊണ്ടുവരണമെന്നൊന്നും ഒരു വാപ്പക്കുമ്മക്കുമില്ല. കൂടെ പോകുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലെങ്കിലും അവരിങ്ങളെ ഒന്ന് കൂടെ കൂട്ടണം, അവരോടൊപ്പം ഒന്ന് സംസാരിക്കണം, ഒന്നിരിക്കണം. ഒരു ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ എനിക്ക് വലിയ മോഹായിരുന്നു പിയാപ്പിളൻ്റെ ഒപ്പം ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ പോയി ഒരു ചായ കുടിക്കൽ. അതിപ്പം ഉമ്മാരോട് ചോദിച്ചാൽ മതി, നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് പുരേ പോയി ചോദിച്ചു നോക്കാണ്ടി പെണ്ണുങ്ങളോട്. ഓള് പറയും, എനിക്ക് നിങ്ങളെപ്പരം യാത്ര ചെയ്യാനുള്ള പൂതി കൊണ്ടൊന്നുമല്ല, നിങ്ങളെ കൂടെ വന്ന് ഒരു പീടിയെ കയറി ആ ചുടുന്ന സമയത്ത് തന്നെ ഒരു നല്ല പാലാർന്ന ചായ, ഒരു കടിയും ചൂട് കടിയും ഒക്കെ തിന്നാനുള്ള പൂതി. അത് വേറെന്ത് തിന്നാൻ കൊടുക്കുന്നതിനേക്കാളിലും സന്തോഷമായിരിക്കും. പാപ്പൻ്റെ പരം പോയി കഴിച്ച് പരിചയിച്ചൊരു ഉമ്മ
അവസാനം മോനോട് പറയാ, ഇനി പുറത്തു പോകുമ്പോൾ ഒന്ന് ഉമ്മാനെയും കൂട്ടിക്കൊണ്ടോണേന്ന്. അതൊക്കെ ജീവിച്ചിരിക്കും പറയണം. എന്തുണ്ട്, അഭിനയിക്കാനല്ലോ, അഭിനയിക്കണ്ട, ഉള്ളത് നഷ്ടപ്പെടുത്തണ്ട. ജീവിതത്തിൽ എന്തുണ്ട് ഏറ്റവും മനോഹരമായിട്ട്, മറ്റുള്ളവർ നമ്മളെ എത്ര കളിയാക്കിയാലും കുറ്റപ്പെടുത്തിയാലും നമ്മളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് അവരെ സഹായിക്കാൻ, അവരുടെ സുഹൃത്തുക്കളെ പോലും ആദരിക്കാനാണ് ഇസ്ലാം പറയുന്നത്. അപ്പം അവരോടുള്ള ഒരു കടമകൾ ആലോചിച്ച് നോക്കൂ. വാപ്പൻ്റെയും ഉമ്മൻ്റെയും സുഹൃത്തുക്കളെ പോലും നിങ്ങൾ ആദരിക്കണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ മദീനയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വൃദ്ധനെ മുന്നിൽ കാണുകയാണ്. അദ്ദേഹം ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി ആ വൃദ്ധനെ ഒട്ടകപ്പുറത്ത് കയറ്റി. മദീന തെരുവിലെത്തിയപ്പം സർവരും അത്ഭുതത്തോടെ ചോദിച്ചു, ഇബ്നു ഉമറേ, ആരാണ് ഇയാൾ? ഇത്രക്ക് പരീക്ഷയോടുകൂടി ഒട്ടകപ്പുറത്ത് കയറ്റി ഈ ചുട്ടുപൊയ്ത്ത മരുഭൂമിയിലൂടെ നടന്നു വരാൻ മാത്രം ആരാണ് ഇബ്നു ഉമറേ ഈ ഒട്ടകപ്പുറത്ത്? ഒട്ടകപ്പുറത്തിരിക്കുന്ന വൃദ്ധന്റെ കാലിൽ പതുക്കെ കൈവച്ചിട്ട് ഇബ്നു ഉമർ പറഞ്ഞു, ഇതെന്റെ വാപ്പ ഉമറിന്റെ കൂട്ടുകാരനാ. നോക്കൂ നിങ്ങള്. കാരണം കൂട്ടുകാരൊക്കെ ഒരു കാലഘട്ടത്തിൽ വാപ്പാക്ക് ധൈര്യം കൊടുത്ത മനുഷ്യന്മാരാ. ഈ ഇരിക്കുന്ന മുൻഭാഗത്തൊക്കെ ഞാൻ പറയലുണ്ട്, ഏത് പ്രസംഗത്തിന് പോയാലും 5-8 ആൾക്കാർ ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്നുണ്ട്. അഹമ്മദ് ജബ്ബാർ അല്ലെങ്കിൽ ഹംസ ഉസ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഒരു ബന്ധാ. ഓരോന്നോരോന്ന് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ഓരോന്നോരോന്ന് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുക. അത് പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ കോഴിക്കോട് ഖുതുബ പറയാൻ തുടങ്ങിയിട്ട് 12 കൊല്ലായി ഷാദുലി പള്ളിയിൽ. ഞാൻ പറയാറുണ്ട്, ഞാൻ ഷാദുലി പള്ളിയിൽ ഖുതുബ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഒന്നാമത്തെ സഫിലുള്ളവരിൽ 1-2 ആൾക്കാർ, ഒരു സഫിൽ ഏകദേശം 35 ആളുകളുള്ളൂ, 1-2 ആൾക്കാരെ എപ്പോഴുള്ളൂ. ബാക്കി എല്ലാവരും മണ്ണിൻ്റെ അടിയിലേക്ക് പോയതാ. ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതത്തിൻ്റെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ജീവിതത്തിലേക്ക് ഒരു ഉമ്മയുള്ള കാലത്ത് നമ്മൾ ശക്തരാ. നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ, ഒരു ഉമ്മ ഉള്ള കാലത്ത് നമ്മൾ ശക്തരാ. ഉമ്മാന്റെ പ്രാർത്ഥനയുടെ ബലമാ മനുഷ്യരെ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിന്റെ ബലം. നമ്മളെ കച്ചവടം, നമ്മളെ കുടുംബം, നമ്മളെ വാഹനം, ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന സർവ്വകാവലും ഒരു ഉമ്മാന്റെ പ്രാർത്ഥനയാ. അതുകൊണ്ട് ആ ഉമ്മള്ളപ്പം മരിച്ചാൽ പ്രതീക്ഷ സഹാബാക്കളും പിൻകാലഘട്ടത്തിലെ താബീങ്ങളും പറഞ്ഞു, ഉമ്മള്ളപ്പം മരിച്ചാൽ അള്ളാന്റെ സ്വർഗ്ഗം ഉറപ്പാട്ടോ. സഹാബത്ത് താബീങ്ങൾ ചോദിച്ചു, അതെന്താ? ഒരു ഉമ്മാന്റെ ദുആ പടച്ചോൻ തള്ളിക്കളയൂല. ഉമ്മള്ളപ്പം മരിക്കുന്നൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കി. ഉമ്മള്ളപ്പം മരിക്കണ്, ഓരോ വക്തിനും ഉമ്മ നെഞ്ചു പൊട്ടിക്കരയും. മൂത്ത മോൻ 68 വയസ്സായിട്ടുണ്ട്, എന്നിട്ടും 91 വയസ്സുള്ള അമ്മ അങ്ങനെ നിസ്കരിച്ച് എന്തോ പിറുപിറുക്കുമ്പോൾ മക്കൾ ചോദിച്ചു നോക്കിയാൽ, പേരക്കുട്ടികൾ ഉമ്മ എന്താ പ്രാർത്ഥിക്കുന്നത്? ഒന്നുമില്ല, അംസക്ക് ദീർഘായുസ് കിട്ടാനാണ്. ഏതാ അംസ? 68 വയസ്സുള്ള അംസ. ആ തിരിച്ചറിവാണ്. ഒരു ഉമ്മുള്ള കാലത്താണ് നമ്മൾ ശക്തവാന്മാരാകുന്നത്. ഒരു ഉമ്മ പോകുന്നതോടുകൂടി നമുക്ക് ബോധ്യപ്പെടും നമ്മൾ അഡ്രസ്സിൻ്റെ ഒരു മുക്കാഭാഗം നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കെന്തോ ഒരു ബലഹീനതയും സങ്കടവും വരാൻ തുടങ്ങും. അത് ആ സമയത്ത് വരുന്നവരുണ്ട്. ഒരു വാപ്പള്ള കാലത്ത് നമ്മൾ രാജകുമാരന്മാരാ. ഒരു ഉപ്പാന്റെ നെഞ്ചിന്റെ ഫലമാ മക്കളെ നിങ്ങളെയും തണ്ടും തടിയും. വാപ്പള്ള കാലത്ത് രാജകുമാരന്മാരാ നമ്മൾ. ഇപ്പോഴും ഞാനിപ്പോഴും പറയാറുണ്ട്, എൻ്റെ വീട്ടിന്റെ നികുതി എത്രയാ എനിക്കറിയൂല. എൻ്റെ സാധു വാപ്പ കൊണ്ടുപോയി അടച്ചുകൊണ്ടുവരില്ല. എനിക്കെത്രയാ നികുതി, എനിക്കെത്രയാ ഭൂനികുതി, എൻ്റെ പറമ്പിന്റെ ആധാരം എവിടെയാന്ന് പോലും എനിക്കറിയൂല. എൻ്റെ ഭാര്യ ചോദിച്ചിട്ടുണ്ട്, നാളെ വാപ്പല്ലെങ്കിൽ നിങ്ങൾ എന്താക്കുന്നു? ഞാൻ പറഞ്ഞു, എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ആ സ്ഥലം പോലും എൻ്റെ വാപ്പ എനിക്ക് കണ്ടെത്തി തന്നതാ. വാപ്പള്ള കാലത്ത് നമ്മൾ രാജകുമാരന്മാരാ. ഇക്കഴിഞ്ഞ ഏതാനും ദിവസം ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഒരു പള്ളിയിൽ വാപ്പങ്ങനെ ഇരിക്കുക ദുആവായിട്ട്. ഒരു മോൻ വന്നിട്ട് തോളത്ത് പതുക്കെ 2 തോണ്ടുകൊണ്ടും വാപ്പോയ്ക്ക് അങ്ങനെ തലയാട്ടിയിട്ട് പിന്നെ അവസാനം കീശേന്ന് എടുത്തിട്ടൊന്ന് കൊടുക്കും 10 റുപ്യ. വേറൊരുത്തം വന്നിട്ട് ഇവിടുന്ന് തോണ്ടും, വാപ്പ പിന്നെ എടുത്തു കൊടുക്കും 10 റുപ്യ. എന്നിട്ട് വാപ്പ പിന്നെയും ദുആലും ഒഴുകും. വാപ്പള്ള കാലത്താണ് മക്കളെ നമ്മൾ രാജകുമാരന്മാര്. നമ്മളെ അഡ്രസ്സാണത്. അതില്ലാണ്ടാവുമ്പം പിന്നെ ഞാൻ ആരെ മോനാന്ന് ചോദിച്ചാ പറയാൻ വലിയ അഡ്രസ്സൊന്നും നമുക്ക് ഉണ്ടാവൂലെങ്കിൽ എടുത്തെടുത്ത് പറയാണ്, ഒന്നെങ്കിൽ വാപ്പ ആദ്യം പോയിട്ട് ഉമ്മ ഒറ്റക്കായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഉമ്മ പോയിട്ട് വാപ്പ ഒറ്റക്കായിട്ടുണ്ടാകും. എന്നൊരു വർത്താനം, ഒരു നോട്ടം ഇനി അവർക്ക് നേരെ നോക്കരുത്. ആ നോട്ടം എൻ്റെ ഭാഗത്തു നിന്നില്ലെങ്കിൽ ഇനി ഒരാളോടും കണക്ക് പറഞ്ഞ് ബോധിപ്പിക്കണ്ട. ഞാൻ ആ നോക്കി എൻ്റെ അടുത്തായിനും മറ്റൊരാളും കൊണ്ടുപോയില്ല, ഇതൊന്നും ഇനി പറയണ്ട. എനക്കുള്ള കണക്കൊപ്പിച്ച് പടച്ചോൻ ദുനിയാവിൽ എത്ര ഇരട്ടിയാക്കി തരും, എത്ര എനിക്ക് തരും. സ്നേഹം കൊടുത്തവർക്ക് പടച്ചോൻ ഒരിക്കലും കൊടുക്കാതിരുന്നിട്ടില്ല. സ്നേഹം മൂടി വെച്ചവർക്ക് പടച്ചോൻ കൊടുത്തിട്ടേ ഇല്ല.
കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന പലരും ജീവിച്ചിട്ടില്ല എന്നവർക്ക് ബോധ്യപ്പെടുന്നത് അവർക്ക് സ്നേഹം കിട്ടാതെ അവർ ജീവിതത്തിലേക്ക് പ്രയാസപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇത് കേൾക്കുമ്പം ചില വാപ്പാരൊക്കെ കരുതും ഇതൊക്കെ എൻ്റെ മക്കൾ കേൾക്കേണ്ടതായിരുന്നു എന്ന്. അപ്പം മക്കൾക്ക് വാപ്പാരോടും ഉമ്മാരോടും മാത്രമല്ല, മക്കളോടും നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തമുണ്ട്.